ആരാധനയിൽ നാം ഒരുമിച്ച് വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 21 ദിവസവും ദൈവം നമ്മെ ബലപ്പെടുത്തി. ഉപവാസത്തിൻ്റെ അവസാന മണിക്കൂറിൽ ഇങ്ങനെയൊരു കൂടിവരവ് നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് അവലോട് ഈ ആരാധനയ്ക്കായി വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലും ആയിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇത് യസ്രാഹ്യനായ ഏതാൻ്റെ ഒരു ധ്യാനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ടല്ലോ. വേഗത്തിൽ ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചില ദൂതുകൾ മാത്രം പറഞ്ഞ് പര്യവസാനം ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ഭക്തൻ പറയുകയാണ്, യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, അത് തലമുറയോളം അതിൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ ഞാൻ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തലമുറയോളം എൻ്റെ വായ് അത് വിശ്വസ്തതയെക്കുറിച്ച് അറിയിക്കും. ഹല്ലേലൂയ. എന്തുവാ? കൃപകളെ കുറിച്ച്. കൃപ, ദൈവത്തിന് സ്തോത്രം. കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കൃപയാലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേ. കൃപ എന്ന 2 അക്ഷരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. ഹല്ലേലൂയ. ആമേ. കൃപ പ്രാപിച്ച ദൈവജനം, ആമേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൃപ, ഗ്രേസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പദം. അതിൻ്റെ അർത്ഥങ്ങൾ ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലൂടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, വേദശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ, മനസ്സലിവ്, ആർദ്രത, ആനന്ദം, സന്തോഷം, ഹല്ലേലൂയ, ആർദ്ര സ്നേഹം എന്നൊക്കെ കൃപയെക്കുറിച്ച് നമുക്ക് ആശയങ്ങൾ പറയുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. വേദശാസ്ത്രപരമായി അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തത് അവിടുത്തെ കൃപയാലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നപ്പോൾ അവരെ വാളിന് തെറ്റി ഒഴിഞ്ഞു മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയതാ. കാലങ്ങളിലായി നമ്മെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതിന് പിന്നിൽ ആ കൃപയാണ്. ഹല്ലേലൂയ. ആ കൃപ നമ്മുടെ ഭവനത്തിലേക്ക് ഒന്ന് വന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ ആർദ്ര സ്നേഹം എത്ര നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. നമുക്കറിയാം, ഒരു യജമാനൻ അത് ഒരു അടിമ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ അടിമച്ചെറുക്കനോടോ കാണിക്കുന്ന ആ മനസ്സലിവ്, ആ ആർദ്രത, ആ കരുണയാണ് കൃപ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്കറിയാം, പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പാപം കണക്കിടാതെ പിതാവാം ദൈവം തൻ്റെ ഓമന കുമാരനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ കൃപയാ. ആമേൻ. ഇസ്രായേൽ ജനത്തിന് ദൈവ കൃപ നൽകിയെങ്കിൽ നമുക്ക് ആ കൃപയ്ക്ക് ഒരിക്കലും നമ്മൾ യോഗ്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ കൃപയാൽ എത്ര ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ 22-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: ആമേൻ, സമ്പത്തിലും സൽകീർത്തിയിലും വെള്ളിയിലും പൊന്നിലും വലുത് കൃപ. ഹല്ലേലൂയ. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എഫെസ്യ ലേഖനത്തിൽ കാണുന്നല്ലോ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് മുൻപുള്ളൊരു വാക്യമുണ്ടല്ലോ, അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച 2:4 മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അടുത്തത് 9-ാം വാക്യം. ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ സഹോദരങ്ങളെ, അർഹിക്കാത്തവരുടെ വ്യക്തിയുടെ മേൽ പകരുന്നതാണ് കൃപ.
ഹല്ലേലൂയ, അർഹിക്കാത്ത ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് ഹല്ലേലൂയ ഓ യേശു ക്രിസ്തുവിൽ കൂടെയാണെന്നാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത്. ആമേ, ആ കൃപാദാനം ഹല്ലേലൂയ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആമേൻ ശമരിയക്കാരി സ്ത്രീയോട് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്. ആമേൻ, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞു എങ്കിൽ ഹല്ലേലൂയ. അതിന് മുൻപൊരു പദമുണ്ട്, നീ ദൈവത്തിന്റെ ദാനമാ. ഹല്ലേലൂയ. ഓ, നീ അറിഞ്ഞു എങ്കിൽ ആമേൻ, ഞാൻ തരുന്ന വെള്ളം അത് ജീവജലത്തിന്റെ ഉറവയായ വെള്ളമാ. അത് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, അവ കൃപയാൽ അവളെയും കർത്താവിനെ നേടുവാൻ കഴിഞ്ഞാൽ, അവളെ ഒന്ന് ഓർത്തു നോക്കിയാൽ അവളുടെ പിന്നാമ്പുറം എത്ര ശോചനീയമായിരുന്നു. അവൾ ഈ ലോകത്തിൽ തകർന്നു പോകേണ്ടവളായിരുന്നു. എന്നാൽ ആ കൃപ അവൾ കണ്ടെത്തുവാൻ കാര്യം കർത്താവ് അവളെ തേടി വന്നതല്ലേ. കാലാകാലങ്ങളിലായി തകർന്നു പോകേണ്ട നാം ഹല്ലേലൂയ ഈ കൃപയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ തേടി വന്നതല്ലേ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ നിൽക്കുന്നത്, നിന്റെ തലമുറ നിൽക്കുന്നത് ദൈവത്തിന്റെ ദാനമാ. ഹല്ലേലൂയ. തകർന്നു പോകേണ്ട സ്ഥാനത്താ ദൈവം നിർത്തിയത്. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്ട്. ഓ ശുഡബാരബാലബ ശബ്ദനാരകൾ ഖര ഹല്ലേലൂയ. ഓ, മാറ്റപ്പെട്ടു പോകേണ്ട ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ. എന്നാൽ നിർത്തിയത്, ആയുസ്സോടെ നിർത്തിയത്, ആരോഗ്യത്തോടെ നിർത്തിയത് ദൈവത്തിന്റെ കൃപ കൃപ കൃപ. ഹല്ലേലൂയ. നമ്മെ തേടി വന്ന കൃപ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ. ഞാൻ എല്ലാ വാക്യങ്ങളൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ധ്യാനിക്കുവാൻ തന്ന വാക്യം 17-ാം വാക്യം വായിച്ചാട്ടെ. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നമ്മുടെ പരിചയം യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിന്റെ പരിശുദ്ധനുള്ളവനും ആകുന്നു. 17-ാം വാക്യം മാത്രം ഒന്നുകൂടെ ഞാൻ വായിക്കാം. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. എത്ര സന്തോഷകരമായ, എത്ര അവർണ്ണനീയമായ ഹല്ലേലൂയ ആമേ വാക്യമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. എത്ര മഹത്വം ആമേ ദൈവത്തിന് കൊടുക്കുവാൻ കഴിയണം. ദൈവത്താൽ പ്രസാദം നമുക്ക് ലഭിക്കണം. അതാണ് കാണുന്നത്. ദൈവപ്രസാദത്താൽ എന്താ അവിടെ ഉയർന്നിരിക്കുന്നത്? കൊമ്പ് ഉയർന്നിരിക്കുന്നു. കൊമ്പ് എന്തിനെ കാണിക്കുന്നറിയാമോ? ശക്തിയെ കാണിക്കുകയാ, ഉയർച്ചയെ കാണിക്കുകയാ. അതിന് ഉയർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൊമ്പ് ഉയർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ലഭിക്കണം. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവപ്രസാദം ലഭിച്ചു. ഹല്ലേലൂയ. ആമേൻ. വെറുതെ അത് കിട്ടുന്നതല്ല. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഓ നമ്മുടെ മുൻപോട്ടുള്ള ഓരോ സ്റ്റെപ്പും ദൈവ നിയോഗപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്നവരുടെ മേലാണ് എന്ത് പകരുന്നത്? പ്രസാദം പകരുന്നത്. ഇന്ന് ഈ പകൽക്കാലം പ്രസാദം ലഭിച്ച നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അതേ 92-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും. ഓ, നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നിടത്തോളം കാലം നിനക്കെതിരെ ഒരു പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ ഹൃദയം, ആദ്യം പറഞ്ഞത് എന്തുവാ? എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. രണ്ടാമത് എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുകയാ. അടുത്ത താഴോട്ടൊന്ന് വായിച്ചേ. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. എന്റെ വായ
ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നമുക്കറിയാതിന്റെ പശ്ചാത്തലങ്ങള്. ആമേ, ഒരിക്കല് തന്റെ പ്രതിയോഗി തന്നെ നിന്ദിച്ചു, തന്റെ പ്രതിയോഗി തന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. താൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ പ്രതിയോഗി തന്നെ വൈഷമ്യപ്പെടുത്തുമ്പോഴും ആമേ തന്നെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമ്പോഴും നിന്ദിക്കുമ്പോഴും അവിടെ ഞാൻ ഇത് കണ്ടിട്ട് തകർന്നു പോകുവാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. ഞാൻ ഇതിനാൽ മുടിഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്. അവന്റെ മുൻപിൽ ഞാൻ ഹൃദയം പകരും. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ ഞാൻ പ്രാർത്ഥന കഴിക്കും. അവൻ എന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല. അവൻ എന്നെ ഉയർത്തിയാൽ ആർക്കും അത് ആ ഉയർച്ചയെ തടയുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ദാസന്മാരെ, നിന്നയുടെ മധ്യേ, പരിഹാസത്തിന്റെ മധ്യേ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, എൽക്കാനയുടെ മുമ്പ് എൽക്കാനയുടെ വാക്കുകൾക്കൊക്കെ ഒരു ആശ്വാസമൊക്കെ ശരിയാ, അത് താൽക്കാലികമാ. എന്നാൽ ദൈവം ഉയർത്തിയാൽ, ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം ഉയർത്തിയാൽ അത് ഉയർച്ച, അത് അനുഗ്രഹമായി തീരും. ആമേ, ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, അവനെ ഉയർത്തുന്ന ദൈവമാ. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിന്റെ കൊമ്പ് ഉയർന്നു നിൽക്കും. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഹല്ലേലൂയ ഒരു നല്ല കോൺഫിഡൻസ് വേണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് നേടിയിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കൊമ്പ് ഉയർന്നിരിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ദൈവത്തിൻ്റെ പ്രസാദം. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് കേട്ടത് ഇത് തന്നെയാണ്. ദൈവപ്രസാദം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ചേർത്ത് പിടിക്കണം, ചേർത്ത് പിടിക്കണം. പരിശുദ്ധാത്മാവിനാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.